വെൽക്കം ബാക്ക് ടു ISKC ഇംഗ്ലീഷ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഞാനിപ്പോൾ നിലവിൽ നിങ്ങൾക്കറിയാം രണ്ട് പേപ്പറാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നിപ്പോൾ എടുക്കുന്ന ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പർ, അതുപോലെ തന്നെ മറ്റൊന്ന് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന മറ്റൊരു പേപ്പർ. ഈ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന പേപ്പറും ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനും ഈ രണ്ട് പേപ്പറും മെയ് മാസത്തിലാണ് എക്സാം വരുന്നത്. അതായത് മെയ് മാസത്തിലാണ് രണ്ട് പേപ്പറും അടുപ്പിച്ചാണ് എക്സാം വരുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് ഫോർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന പേപ്പർ വരുന്നത് മെയ് മാസം 4-ാം തീയതി ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എക്സാം വരുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഡേറ്റ് വരുന്നത് മെയ് മാസത്തിൽ 6. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തിൻ്റെ ഗ്യാപ്പാണ്. അപ്പോൾ ഇവിടെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ രണ്ട് സബ്ജക്റ്റിൻ്റെ സ്റ്റുഡൻസും രണ്ട് പേപ്പറും ഒരേപോലെ ക്ലാസ് വേണമെന്ന് എന്ത് ചെയ്യാണ് പ്രഷർ ചെയ്യുന്നത്. അതായത് രണ്ട് പേപ്പറും ക്ലാസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരു ദിവസം തന്നെ 2 പേപ്പറിൻ്റെയും ക്ലാസ് ഒരു ദിവസം നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എത്തുന്നില്ല. കാരണം ഈ രണ്ട് പേപ്പറൊന്നും നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ ക്ലാസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അതിന് മാത്രം സമയം ലഭിക്കുന്നില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വിചാരിച്ച് ഒരു പേപ്പർ മാത്രം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം 2 പേപ്പറിൻ്റെ എക്സാം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ ഒരു ദിവസം, നെക്സ്റ്റ് ഡേ അടുത്ത പേപ്പർ. പക്ഷെ ആ ഒരു പേപ്പർ ചെയ്യുമ്പോൾ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ മാക്സിമം നോക്കാം കേട്ടോ. അപ്പം ഇനി അധികം സംസാരിക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പറിൽ 1ാമത്തെ ബ്ലോക്കിൽ 4 യൂണിറ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 3ാമത്തെ യൂണിറ്റാണ്. അപ്പോൾ 3ാമത്തെ യൂണിറ്റിൽ മൂന്നാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 2ാമത്തെ യൂണിറ്റ് ആണ്, 3ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇനി സമയം കളയുന്നില്ല, നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ യൂണിറ്റിന്റെ പേര് ഓഡിയോ ചാറ്റ്സ് ടു എൻഹാൻസ് സ്പീക്കിംഗ് എന്നുള്ളതാണ്. അതായത് സ്പീക്കിങ്ങിനെ, നമ്മുടെ സംസാരത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സ്പീക്കിങ്ങിനെ എങ്ങനെ ഓഡിയോ ചാറ്റ്, സ്പീക്കിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാൻ ഓഡിയോ ചാറ്റ്സ് എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഓഡിയോ ചാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെലിഫോൺ കോൺവെർസേഷൻ, അതുപോലെ തന്നെ ഇന്റർനെറ്റ് കോള്, ടെലിഫോൺ കോള്, ഇന്റർനെറ്റ് കോള്, ഇതൊക്കെ എങ്ങനെയാണ് സ്പീക്കിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് 2ാമത്തെ യൂണിറ്റ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന 1ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് എന്താണ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, വാട്ട് ഈസ് മെൻ ബൈ. ഞാൻ ഷോർട്ട് ആക്കിയിട്ട് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കൂ, ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫോർമേഷൻ എൻഷുറിങ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി എക്സ്പീരിയൻസസ്. അതായത് വിഷ്വലും ഓഡിറ്ററിയും, അതായത് ചിത്രവും ശബ്ദവും രണ്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫോർമേഷൻ എൻഷുറിങ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസീവർക്ക് കാണാനും കേൾക്കാനും ഉള്ള സൗകര്യമുണ്ട്. അതാണ് ഓഡിയോ വിഷ്വൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിലിംസ് നമുക്ക് കേൾക്കും ചെയ്യാം, കാണും ചെയ്യാം. ടെലിവിഷൻ പ്രോഗ്രാംസ്, വീഡിയോ ചാറ്റ്സ്, ഇതൊക്കെ ഓഡിയോ വിഷ്വലിന് എക്സാമ്പിൾ ആണ്. ഇനി 2ാമത്തേത് ഓഡിയോ കമ്മ്യൂണിക്കേഷൻ, അതായത് കേൾക്കാൻ മാത്രം പറ്റുന്നത്. ഓഡിയോ കമ്മ്യൂണിക്കേഷൻ ഈസ് എനി ഫോം ഓഫ് ട്രാൻസ്മിഷൻ, ട്രാൻസ്മിറ്റ് എന്ന് പറഞ്ഞാൽ സെൻഡ് എന്നാണ്, അതായത് അയക്കുക. എനി ഫോം ഓഫ് ട്രാൻസ്മിഷൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹിയറിംഗ്, അതായത് കേൾക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ഏതൊരു ട്രാൻസ്മിഷനെയും നമ്മൾ ഓഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന കാറ്റഗറിയാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേഡിയോയിൽ കാണാൻ പറ്റില്ലല്ലോ, റേഡിയോയെ കാണാമെന്നല്ലാതെ പ്രോഗ്രാം കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ റേഡിയോ
അതുപോലെ തന്നെ സൗണ്ട് റെക്കോർഡ്സ് ഓഫ് സോങ്സ്, അതായത് സോങ്ങിന്റെ ഓഡിയോ, വിഷ്വൽ ഇല്ല, വെറും സോങ്സിന്റെ റെക്കോർഡ് ചെയ്തത് ശബ്ദം മാത്രം. അതുപോലെ തന്നെ സൗണ്ട് ട്രാക്സ് ഓഫ് മൂവീസ് എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ മൂവിയുടെ ചലച്ചിത്ര ശബ്ദരേഖ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിയോ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അതായത് ഓഡിയോ കമ്മ്യൂണിക്കേഷന്റെ അതായത് ഓഡിയോ കമ്മ്യൂണിക്കേഷൻ എന്താന്ന് മനസ്സിലായില്ലേ? അതായത് കേൾക്കാൻ മാത്രം പറ്റുന്നതാണ് എന്ത്? ഓഡിയോ കമ്മ്യൂണിക്കേഷൻ. ഈ ഓഡിയോ കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും, അതായത് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. അപ്പൊ ആദ്യം നമുക്ക് ഓഡിയോ കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അതായത് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്. അപ്പൊ ഇവിടെ അഡ്വാൻറ്റേജസ് ആകെ പറയുന്നത് 3 എണ്ണമാണ്. ആ 3 എണ്ണം ഒന്ന് മനസ്സിലാക്കിയേക്കാം. ഒന്ന്, ഫാസ്റ്റർ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ആശയവിനിമയം നടക്കും. 2, റീച്ചസ് സെവറൽ പീപ്പിൾ സൈമൾട്ടേനിയസ്ലി, അതായത് ഒരേ സമയം ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു. 3, ഇൻസ്റ്റന്റ് റിസീവിംഗ് ഓഫ് മെസ്സേജസ് പെട്ടെന്ന് ഉടനെ കിട്ടും. അതായത് ഇപ്പോൾ ടെലിഫോൺ ആണെങ്കിലും എന്താണെങ്കിലും ശരി, ഒരു കാര്യം നമ്മൾ ഇപ്പോൾ പറഞ്ഞാൽ അപ്പം തന്നെ അവിടെ റിസീവ് ചെയ്യില്ലേ? അതായത് ഈ 3 അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഇനി ഡിസഡ്വാൻറ്റേജസ്. 1, പോസിബിലിറ്റി ഓഫ് റോങ് ഇന്റർപ്രിട്ടേഷൻ. അതായത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ മെസ്സേജ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാണ്, അവ കേൾക്കുന്ന ആള് ആ കാര്യത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാം, ഇന്റർപ്രറ്റ് ചെയ്യാം. ഇന്റർപ്രിട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഖ്യാനിക്കാം, കേട്ടതിനെ എന്ത് ചെയ്യാം? പോസിബിലിറ്റി ഓഫ് റോങ് ഇന്റർപ്രിട്ടേഷൻ, തെറ്റായിട്ട് വ്യാഖ്യാനിക്കാം. 2, ഓൺലി വിത്തിൻ എ സെർട്ടൻ റേഡിയസ് അറ്റ് എ ടൈം, ഒരു സമയത്ത് ഒരു നിശ്ചിത അളവിൽ ആളുകളിലേക്ക് എത്തും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് പത്രത്തിലുള്ള വാർത്തയോ മറ്റോ എത്തുന്ന പോലെ ആ രീതിയിലുള്ള ഒരു സർക്കുലേഷൻ കിട്ടൂല. അപ്പൊ ഇവിടെ പറയുന്നത് ഓഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതായത് ഒരു നിശ്ചിത സമയത്ത്, ഇപ്പൊ എന്തായിക്കോട്ടെ, ഒരു കവലപ്രസംഗമാണെങ്കിലും ആ ഒരു പരിസരത്തുള്ള ആളുകൾക്കേ കേൾക്കുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് അറ്റ് എ ടൈമിൽ, ഒരു സമയത്ത് ഒരു പെർട്ടിക്കുലർ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് സെർട്ടൻ റേഡിയസ്, ഒരു നിശ്ചിത ചുറ്റളവിൽ ഒരു പ്രദേശത്ത് ഉള്ള ആളുകൾക്ക് മാത്രമേ അത് ലഭ്യമാകൂ. 3, മേ ഡിസ്ട്രാക്ട് പീപ്പിൾസ് അറ്റൻഷൻ. അത്തരത്തില് ഒരു ഓഡിയോ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ എല്ലാവരും അതിൽ തന്നെ ശ്രദ്ധിക്കണം എന്നില്ല. ചില ആളുകളുടെ ശ്രദ്ധ അതിൽ നിന്നും മാറാനുള്ള സാധ്യത ഉണ്ട്. ആളുകളുടെ ശ്രദ്ധ എന്ത് ചെയ്യാം? അതായത് ശ്രദ്ധ മാറാം. അതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മേ ഡിസ്ട്രാക്ട് പീപ്പിൾസ് അറ്റൻഷൻ, ആളുകളുടെ ശ്രദ്ധ തിരിയാം. അപ്പൊ ഇത്തരത്തില് 3 ഗുണങ്ങളും അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഓഡിയോ കമ്മ്യൂണിക്കേഷന്റെ 3 ഡിസഡ്വാൻറ്റേജസും നമ്മളിവിടെ ജസ്റ്റ് പറഞ്ഞു. നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ യൂസ് ഓഫ് ഓഡിയോ ചാറ്റ്സ് ടു എൻഹാൻസ് സ്പീക്കിംഗ് സ്കിൽസ്. അതായത് സ്പീക്കിംഗ് സ്കിൽസ്, നമ്മൾ സംസാരിക്കാനുള്ള കഴിവ്, ആ കഴിവിനെ പരിപോഷിപ്പിക്കുന്നതിൽ, എൻഹാൻസ് ചെയ്യുന്നതിൽ, മെച്ചപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ കൂട്ടുന്നതിൽ ഓഡിയോ ചാറ്റിന്റെ യൂസ് അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഓഡിയോ ചാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ്? ഫോൺ സംഭാഷണം, ഇന്റർനെറ്റ് സംഭാഷണം ഒക്കെയാണ്. അപ്പൊ ഇത് ഏത് രീതിയിലാണ് നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസിന് സഹായിക്കുന്നത്? അപ്പൊ അത് നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ഓഡിയോ ചാറ്റ് എന്താ? ഓഡിയോ ചാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ഫോണിലൂടെയുള്ള സംസാരമാണ്, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാതെ വേറെയും സൗകര്യങ്ങളുണ്ട് ഇന്റർനെറ്റിൽ, ഫോൺ അല്ലാതെയും. അപ്പൊ അത്തരത്തിലുള്ള സംസാരങ്ങൾ. സ്പീക്കിംഗ് സ്കിൽസ് ക്യാൻ ബി എൻഹാൻസ്ഡ്, സംസാരിക്കാനുള്ള കഴിവിനെ മെച്ചപ്പെടുത്താൻ കഴിയും. ബൈ അഡോപ്റ്റിംഗ് ന്യൂമറസ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്, ഒരുപാട് മെത്തേഡുകൾ, രീതികളും ടെക്നിക്സും അഡോപ്റ്റ് ചെയ്തിട്ട് പല പല രീതികൾ, പല പല ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട്
സ്പീക്കിംഗ് സ്കിൽസിനെ നമുക്ക് മെച്ചപ്പെടുത്താം, എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. ഓഡിയോ ചാറ്റ്സ് ക്യാൻ ഡു എ ലോട്ട്. ഓഡിയോ ചാറ്റിന്, അതായത് ഫോൺ സംഭാഷണം, ഇന്റർനെറ്റിലൂടെയുള്ള സംസാരം, അപ്പോൾ ഇത്തരത്തിലുള്ള ചാറ്റുകൾക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും, ഒരുപാട് സഹായിക്കാൻ പറ്റും. ഇൻ സ്ട്രെങ്തനിങ് അവർ സ്പീക്കിംഗ് സ്കിൽസ്, നമ്മളുടെ സ്പീക്കിംഗ് സ്കിൽസിനെ ശക്തിപ്പെടുത്താം, നമ്മളുടെ സ്പീക്കിംഗ് സ്കിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാം, എൻഹാൻസ് ചെയ്യാം. അതുപോലെ തന്നെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുന്നതിൽ ഓഡിയോ ചാറ്റ്സ് ഒരുപാട് സഹായിക്കാൻ ഓഡിയോ ചാറ്റ്സിന് കഴിയും. ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് പ്രിവാലന്റ് ഫോം ഓഫ് ഓഡിയോ ചാറ്റ് ഈസ് ടെലഫോൺ കോൺവെർസേഷൻ. ഇന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ പ്രിവാലന്റ്, വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു ഓഡിയോ ചാറ്റ് ഫോമാണ് ടെലഫോൺ കോൺവെർസേഷൻ എന്നുള്ളത്. അപ്പൊ എന്താണ് അതിന്റെ സവിശേഷത? ഇറ്റ് ഈസ് അഡ്വാൻറ്റേജിയസ് ഇൻ മെനി റെസ്പെക്ട്സ്. പല തലങ്ങളിൽ ഈ ടെലിഫോൺ സംഭാഷണത്തിന് പല സവിശേഷതകൾ, പല ഗുണങ്ങളുണ്ട്. എന്തുകൊണ്ട്? ആസ് ഇറ്റ് എനേബിൾസ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫ്രം ദ അതർ പേഴ്സൺ. നമുക്ക് ഒരാൾക്ക് ഫോൺ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ, ആരാണോ ഫോൺ റിസീവ് ചെയ്യുന്നത്, അയാളുടെ പ്രതികരണം ഉടനെ അറിയാൻ പറ്റും. അതായത് ഞാൻ ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ കത്തിന് മറുപടി കിട്ടുന്ന പോലെ ഒരാഴ്ചയോ 2 ആഴ്ചയോ കാത്തിരിക്കണ്ട. അതായത് അതർ പേഴ്സൺ, മറ്റു വ്യക്തി ആരാണോ അയാളുടെ റെസ്പോൺസ് വളരെ പെട്ടെന്ന് തന്നെ. ഇറ്റ് എനാബിൾസ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫ്രം ദി അതർ പേഴ്സൺ ആൻഡ് ഈസ് ഹൈലി ഇന്ററാക്റ്റീവ്. മാത്രമല്ല ഇത് ഹൈലി ഇന്ററാക്റ്റീവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ അപ്പം തന്നെ അതിന് മറുപടി കിട്ടുന്നു. അതായത് ഇവിടെ ടൈം ഡിലേ വരുന്നില്ല, സമയത്തിൻ്റെ താമസം വരുന്നില്ല. അതാണ് ഈ ഹൈലി ഇന്ററാക്റ്റീവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ടെലിഫോൺ കോൺവെർസേഷൻ ഫെസിലിറ്റേറ്റ്. ടെലിഫോൺ കോൺവെർസേഷൻ സൗകര്യം ചെയ്യുന്നു. എന്തിന്? ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ, ദൂരെയുള്ള ആളുകളോട് സംസാരിക്കാൻ. നമുക്ക് നമ്മുടെ രാജ്യത്തല്ല, വിദേശത്തുള്ള ആളുകളോട് പോലും ടെലിഫോണിലൂടെ സംസാരിക്കാൻ കഴിയും. അപ്പോൾ എ ടെലിഫോൺ കോൺവെർസേഷൻ ഫെസിലിറ്റേറ്റ്സ്, സൗകര്യമൊരുക്കുന്നു. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ടു ഷെയർ കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ. അതേപോലെ തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പരമരഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ, സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിന് നമുക്ക് ടെലിഫോൺ സംഭാഷണം നമുക്ക് ഉപയോഗപ്പെടുന്നു. ഇനി അടുത്തതായിട്ട്, വാട്ട് ഈസ് VoIP? എന്താണ് VoIP? ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നോക്കൂ, ദ ടേം VoIP സ്റ്റാൻഡ്സ് ഫോർ. VoIP എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വി എന്ന് പറഞ്ഞാൽ വോയിസ് ഓവർ ഇന്റർനെറ്റ്, IP പ്രോട്ടോകോൾ. അപ്പോൾ ദ ടേം VoIP സ്റ്റാൻഡ്സ് ഫോർ, VoIP എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫോൺ ഉപയോഗിക്കാതെ ഇന്റർനെറ്റിലൂടെയുള്ള സംസാരം. ഇനി നോക്കൂ, ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് വേ ഓഫ് മേക്കിംഗ് ഫോൺ കോൾസ് ദാറ്റ് ക്യാൻ ബി വെരി ചീപ്പ് ഓർ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ്. വളരെ കുറഞ്ഞ ചെലവിൽ, അല്ലെങ്കിൽ ഒട്ടും കാശ് ചെലവില്ലാതെ, ദാറ്റ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ്, ഒരു ചെലവുമില്ലാതെ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ ഫോൺ കോൾസ്, മറ്റൊരാളുമായിട്ട് ഫോൺ സംഭാഷണം ചെയ്യാനുള്ള മറ്റൊരു രീതി, ആൻ ഓൾട്ടർനേറ്റീവ് വേ. ഇത് മറ്റൊരു രീതിയാണ്. ആൻ ഓൾട്ടർനേറ്റീവ് വേ ഓഫ് മേക്കിംഗ് ഫോൺ കോൾസ് ദാറ്റ് ക്യാൻ ബി വെരി ചീപ്പ് ഓർ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ്. യാതൊരു ചെലവുമില്ലാതെ എന്ത് ചെയ്യാണ്, ഫോൺ സംഭാഷണം ചെയ്യുന്ന പോലെ മറ്റൊരാളുമായി സംസാരിക്കാനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് വേ, മറ്റൊരു വഴിയാണെന്ത്,
ഈ VoIP. ദ സിസ്റ്റം ഈസ് ഓൾസോ ടേംഡ് ആസ്, ഈ സംവിധാനത്തിന് മറ്റൊരു പേരുണ്ട്, അത് ഓർത്തു വെക്കണം. എന്താണ് ഇതിൻ്റെ മറ്റൊരു പേര്? ഇതിൻ്റെ മറ്റൊരു പേരാണ് ഇന്റർനെറ്റ് ടെലഫോണി. ഇന്റർനെറ്റ് ടെലഫോണി, ഇതാണ് ഇതിൻ്റെ മറ്റൊരു പേര്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ പേരിൽ ടെലഫോണി ഉണ്ടെങ്കിലും ഈ സിസ്റ്റത്തിൽ, ഈ സംവിധാനത്തിൽ ദ ഫിസിക്കൽ ഫോൺ ഈസ് ആബ്സെന്റ്. ഫോൺ എന്ന സാധനം, അതായത് ഫിസിക്കൽ ഫോൺ എന്ന് പറഞ്ഞാൽ ആ ഫോൺ ഉണ്ടല്ലോ, ആ ഫോണാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഫോൺ ആബ്സെന്റ് ആണ്, ഇവിടെ ഫോൺ ഉപയോഗിക്കുന്നില്ല. ആൻഡ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്തൗട്ട് എ ടെലഫോൺ ഹാൻഡ്സെറ്റ്. ടെലഫോൺ ഹാൻഡ്സെറ്റ് ഉണ്ടല്ലോ, ഏതായിക്കോട്ടെ, സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, ടച്ച് ഫോൺ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഈ ടെലഫോൺ ഹാൻഡ്സെറ്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കാതെയുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് ഇന്റർനെറ്റ് ടെലഫോണി. ഇന്റർനെറ്റിലൂടെയുള്ള സംഭാഷണമാണ്, അതാണ് VoIP. നോക്കൂ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എറ്റിക്കറ്റ്സ് ഓർ പ്രോട്ടോകോൾസ് ഫോർ ആൻ ഓഡിയോ ചാറ്റ് അല്ലെങ്കിൽ ഓർ ടെലഫോൺ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരാളോട് ടെലഫോണിൽ അല്ലെങ്കിൽ ഓഡിയോ ചാറ്റ്, ഇന്റർനെറ്റിലോ മറ്റോ സംസാരിക്കുമ്പോൾ പ്രോട്ടോകോൾ ഓർ എറ്റിക്കറ്റ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതാണ് പ്രോട്ടോകോൾ ഓർ എറ്റിക്കറ്റ്. അതായത് നമ്മൾ ഫോണിൽ സംസാരിക്കാണ് അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ സംസാരിക്കാണ്, ആളെ മുഖാമുഖം കാണുന്നില്ല, ഫേസ് ടു ഫേസ് അല്ല എന്ന് കരുതി നമുക്ക് അവിടെ ഒരു മര്യാദയും ഇല്ല എന്നല്ല. അവിടെ പാലിക്കേണ്ട ചില മര്യാദകൾ, ചില രീതികളുണ്ട്. അതിനാണ് നമ്മൾ എറ്റിക്കറ്റ് ഓർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ നമ്മൾ ഏകദേശം 4 കാര്യങ്ങൾ, 4 പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. 1, ദ സ്പീക്കർ ആൻഡ് ദ ലിസണർ should be receptive of what the other person is trying to express. ഇവിടെ 2 പേരാണുള്ളത്, സ്പീക്കറും ലിസണറും. ഈ 2 പേരും എന്തായിരിക്കണം? അവരിൽ അയാളല്ലാത്ത മറ്റു വ്യക്തി എന്താണോ പറയുന്നത് ആ കാര്യത്തിൽ, എന്ത് കാര്യമാണോ അതർ പേഴ്സൺ ഈസ് ട്രൈങ് ടു എക്സ്പ്രസ്, എന്താണോ മറ്റേ വ്യക്തി നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് ആ കാര്യം നമ്മൾ ഉൾക്കൊള്ളണം, നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ റിസീവർ ശ്രദ്ധിക്കണം, അയാൾ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്, സ്പീക്കർ ആൻഡ് ദ ലിസണർ ഷുഡ് ബി റിസെപ്റ്റീവ്. 2 പേരും ഉൾക്കൊള്ളാൻ തയ്യാറാവണം. വാട്ട് ദി അതർ പേഴ്സൺ ഈസ് ട്രൈങ് ടു എക്സ്പ്രസ്, അതായത് മറ്റു വ്യക്തി എന്താണോ പറയാൻ ശ്രമിക്കുന്നത് അത് കേൾക്കാൻ ഇയാൾ പറയുമ്പോൾ അയാളും കേൾക്കാൻ തയ്യാറായിരിക്കണം. ഇവിടെ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വാട്ട് യു സേ ആൻഡ് ഹൗ യു സേ, അതായത് ഞാൻ എന്തു പറയുന്നു, എങ്ങനെ പറയുന്നു എന്നുള്ളത് നിങ്ങൾക്കൊരു വിഷയമല്ല. ഞാൻ എന്തു പറയുകയാണെങ്കിലും എങ്ങനെയാണത് പറയുന്നതെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് അത് കേൾക്കുക, അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. പറയുന്നത് ക്ഷമയോടെ ശ്രദ്ധിച്ചിരിക്കാം. ഇനി ദ കോൺവെർസേഷൻ ക്യാൻ ബി മീനിങ്ഫുൾ ഓൺലി ഇഫ് ബോത്ത് ദ പാർട്ടീസ് ആർ റിസെപ്റ്റീവ്. അതായത് ഒരു സംഭാഷണം, ഒരു കോൺവെർസേഷൻ മീനിങ്ഫുൾ ആവണമെങ്കിൽ, അർത്ഥവത്താവണമെങ്കിൽ അതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന 2 പാർട്ടികളും 2 ടീമും, അതായത് സ്പീക്കറും റിസീവറും 2 പേരും റിസെപ്റ്റീവ് ആയിരിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് 1ാമത്തെ പോയിന്റ്. ഇനി 2, യു ഷുഡ് ആസ്ക് ദ അതർ പേഴ്സൺ വെദർ ഹി ഓർ ഷീ ഹാസ് ഇനഫ് ടൈം ടു ടോക്ക് ഓർ നോട്ട്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ലിസണറോട് നമ്മൾ ചോദിക്കണം, പരസ്പരം ചോദിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും, എന്ത്, കേൾക്കാൻ സമയമുണ്ടല്ലോ, നമ്മൾ പറയുന്നത് കേൾക്കാൻ സമയമുണ്ടോ ഇല്ലയോ, ഇത് ചോദിക്കണം. യു ഷുഡ് ആസ്ക് ദ അതർ പേഴ്സൺ വെദർ ഹി ഓർ ഷീ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ഹാസ് എനഫ് ടൈം ടു ടോക്ക് ഓർ നോട്ട്, സംസാരിക്കാൻ സമയമുണ്ടോ ഇല്ലയോ. ദിസ് ഈസ് എ ഗുഡ് മാനർ ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിലെ ഒരു നല്ല രീതിയാണിത്. അതായത് ആ വ്യക്തിയുടെ സൗകര്യം അന്വേഷിക്കാം.
അയാളുടെ കൺവീനിയൻസ്. മൂന്നാമത്തെ പോയിന്റ്, സംസാരിക്കുമ്പോൾ ഫോക്കസ് ഓൺ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആൻഡ് റെസ്പോണ്ട് പോസിറ്റീവ്ലി ടു ഡിസ്റ്റർബൻസസ് ഇൻ ഓർഡർ ടു മേക്ക് കമ്മ്യൂണിക്കേഷൻ ആക്റ്റീവ്. കമ്മ്യൂണിക്കേഷൻ ഉഷാറാക്കുന്നതിന്, കമ്മ്യൂണിക്കേഷൻ ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം. തോന്നിയതും കണ്ടതൊന്നും പറയാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഇനി മാത്രമല്ല, കമ്മ്യൂണിക്കേഷനിടയിൽ വല്ല തടസ്സങ്ങളും വരികയാണെങ്കിൽ റെസ്പോണ്ട് പോസിറ്റീവ്ലി ടു ഡിസ്റ്റർബൻസസ്, ആ തടസ്സങ്ങളോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാം. വല്ല ബുദ്ധിമുട്ടും വരുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ റിസീവറോട് പറയുക, വളരെ പെട്ടെന്ന് അത് എന്ത് ചെയ്യുക, പരിഹരിക്കാം. എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും പ്രയാസം കമ്മ്യൂണിക്കേഷനിൽ തടസ്സമായി വരുന്നുണ്ടെങ്കിൽ അത് റിസീവറെ അറിയിക്കുക, ശേഷം എന്ത് ചെയ്യുക, പരിഹരിക്കാം. ഇനി നാലാമത്തെ പോയിന്റ്, റെക്കോർഡ് യുവർ വോയിസ് ടു എൻഹാൻസ് യുവർ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മളൊക്കെ ഫോണിൽ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ അതൊന്ന് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് വല്ലപ്പോഴും ഫ്രീ ആയിരിക്കും അതൊന്ന് കേൾക്കാം. എന്നിട്ട് മറ്റൊരാളോട് നമ്മൾ സംസാരിക്കുന്ന നമ്മളുടെ ടോണ് അത് ശരി തന്നെയാണോ, നമ്മളെ സംസാര രീതി, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് പിന്നീട് നമുക്ക് കേൾക്കുമ്പോൾ അരോചകമായിട്ട് തോന്നുന്നുണ്ടോ, നമുക്ക് വല്ല പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് തിരുത്തണം. അപ്പം അതിനു വേണ്ടിയിട്ട് റെക്കോർഡ് യുവർ വോയിസ് ടു എൻഹാൻസ് യുവർ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി, മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ലേറ്റർ പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് യു ക്യാൻ എക്സാമിൻ യുവർ വോയിസ്, ടോണ്, വോക്കൽ ക്വാളിറ്റി, ഇൻറ്റോനേഷൻ, നിങ്ങളുടെ ശബ്ദം പൊങ്ങുന്നതും താഴുന്നതും, വേർഡ്സ്, ഗ്രമാറ്റിക്കൽ എറേഴ്സ് എക്സെട്ര. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്തുമാത്രം ശബ്ദം ഉയരുന്നു, ഇൻറ്റോനേഷൻ, നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അനുയോജ്യമാണോ, ഗ്രമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടോ, വോക്കൽ ക്വാളിറ്റി, നിങ്ങളുടെ സംസാരത്തിന് എന്തുമാത്രം ക്വാളിറ്റി ഉണ്ട്, ഇതൊക്കെ ഒന്ന് പിന്നീടൊന്ന് കേട്ട് വിലയിരുത്തുക. വല്ല കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നികത്തുക. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ടെലിഫോൺ കമ്മ്യൂണിക്കേഷനിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം വരെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് വാട്ട് ആർ ദ ടിപ്സ് ദാറ്റ് നീഡ് ടു ബി ടേക്കൻ കെയർ ഓഫ് വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് ഓവർ ദ ടെലിഫോൺ. ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ടിപ്സ് ഉണ്ട്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എറ്റിക്കറ്റ് അല്ലെങ്കിൽ പ്രോട്ടോകോൾ ആണ്. ഇവിടെ നമ്മൾ ടെലിഫോൺ സംഭാഷണം മെച്ചപ്പെടുത്താൻ വേണ്ട ചില ടിപ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാ നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് 5 ടിപ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തേത്, റിമെമ്പർ ദാറ്റ് the other person has no non-verbal signs or gestures. നമ്മൾ ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മളുടെ മറുവശത്തുള്ള നമ്മളുടെ റിസീവർ, നമ്മളെ സംസാരം കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഹാസ് നോ നോൺ വെർബൽ സൈൻസ് ഓർ ജെസ്റ്റേഴ്സ്, അയാളെ സംബന്ധിച്ചിടത്തോളം നോൺ വെർബൽ ആയിട്ടുള്ള ജെസ്റ്റേഴ്സോ അല്ലെങ്കിൽ മറ്റു സൈൻസോ ലഭ്യമല്ല. കാരണം നമ്മൾ ടെലിഫോണിലാണ് സംസാരിക്കുന്നത്, ഓഡിയോ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ വീഡിയോ കോൾ ചെയ്യല്ല. അതുകൊണ്ട് നമ്മളുടെ മുഖമോ ഫേഷ്യൽ എക്സ്പ്രഷൻസോ കൈകൊണ്ടോ കാലുകൊണ്ടോ കാണിക്കുന്നതോ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല. സോ അതുകൊണ്ട് യു ആർ കമ്പൽഡ് ടു കമ്മ്യൂണിക്കേറ്റ് എവറിത്തിങ് വെർബലി. പറയേണ്ടതൊക്കെ നമ്മൾ നിർബന്ധമായും വാക്കിലൂടെ തന്നെ പറയണം. അതും യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്, അനുയോജ്യമായ വാക്കുകൾ ഉപയോഗിക്കാം. നമ്മൾ ഒരാളോട് മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ, കാരണം അയാൾക്ക് കുറേ കാര്യങ്ങൾ നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാഷയിൽ നിന്നും പലതും ഊഹിക്കാം.
പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അതൊന്നും കാണാൻ പറ്റില്ല, നമ്മുടെ സൗണ്ട് മാത്രം, ശബ്ദം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഫലിപ്പിക്കണം. നമ്മളുടെ വാക്കുകളല്ലാതെ മറ്റൊരു നോൺ വെർബൽ ആയിട്ടുള്ള സൈനുകളോ ജെസ്റ്റേഴ്സോ ലഭ്യമല്ല. 2, വാച്ച് യുവർ ടോൺ ഓഫ് വോയിസ്. രണ്ടാമത്തേത്, നിങ്ങൾ എന്തൊരു കാര്യം പറയുകയാണെങ്കിലും നിങ്ങളുടെ സ്വരത്തിൻ്റെ ടോണ് ഒന്ന് വാച്ച് ചെയ്യാം. നിങ്ങളുടെ സംസാരത്തിൻ്റെ ടോണ് ശരിയാണോ അതൊന്ന് നോക്കണം. എന്താ കാര്യം? പീപ്പിൾ വോണ്ട് ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് ജസ്റ്റ് വിത്ത് ദെയർ വേർഡ്സ്. അതായത് ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എന്ന് പറഞ്ഞാൽ കേവലം വാക്കുകൾ മാത്രമല്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സ് വിത്ത് ടോണാണ്. ആ വാക്കും ആ വാക്കിലെ ഇമോഷനും കൂടി ചേരുമ്പോഴാണ് എന്താവുന്നത്? കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, എന്തിനാണ് നീ പഠിക്കുന്നത്? കൃത്യമായിട്ട് പറയും, ഞാൻ BA പഠിക്കുന്നത്. ടോണ് മാറ്റി, എടാ എന്തിനാ പഠിക്കുന്നത്? BA പറയും, ഈ പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്നല്ലേ. അപ്പൊ എന്താ വെച്ചാൽ വാക്കുകൾ സെയിമാ കേട്ടോ. നീ എന്തിനാ പഠിക്കും, നീ എന്തിനു പഠിക്കുന്നു, എന്തിനാ പഠിക്കുന്നത്, സെയിം സാധനം. നീ എന്തിനാ പഠിക്കുന്നത്? കുറച്ചാൾ നീട്ടി പറഞ്ഞു എന്നുള്ളൂ, പക്ഷെ അവിടെ എന്ത് ചെയ്തു? ടോണ് മാറി, അതിന്റെ മീനിങ് മാറി. അപ്പൊ നമ്മുടെ ടോൺ എന്ത് ചെയ്യണം? വാച്ച് ചെയ്യണം. മെസ്സേജസ് ആർ കൺവേഡ് ഇൻ ദ വേ ഓർ മാനർ ഓഫ് ദെയർ സ്പീച്ച്. അതായത് നമ്മൾ പറയുന്ന ശൈലി ഉണ്ടല്ലോ, സ്പീച്ച് പറഞ്ഞ സംസാരം, നമ്മുടെ സംസാര ശൈലി എന്താണോ ആ ശൈലിക്കനുസരിച്ചിട്ട്, ആ ശൈലിയുടെ രീതിയിലാണ് എന്ത് ചെയ്യുക? മെസ്സേജ് കൺവേ ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞ വാക്കുകൾ എന്താണോ, എഴുതുമ്പോൾ ഒക്കെ എന്താണോ എഴുതിയത് ആ വാക്കുകൾ, പറയുമ്പോൾ അങ്ങനെയല്ല. പറയുമ്പോൾ വാക്കും അത് പറഞ്ഞ രീതിയും, മാനർ ഓർ വേ ഓഫ് സ്പീച്ച്, അതാണ് മെസ്സേജിനെ കൺവേ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇഫ് യുവർ ടോൺ ഈസ് ഡിസ്ഇൻട്രസ്റ്റഡ്, നമ്മുടെ സംസാരത്തിൽ വരുന്ന ടോണ് ഒരാൾക്കത് കേൾക്കുമ്പോൾ ഡിസ്ഇൻട്രസ്റ്റഡ് ആയി, നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത പോലെ തോന്നുകയാണെങ്കിൽ, ഞാൻ ഈ സംസാരിക്കും, എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒട്ടും താല്പര്യമില്ലാതെ ക്ലാസ് എടുക്കുന്ന അത്തരത്തിലുള്ള ഒരു ടോൺ ഇതിൽ വരികയാണെങ്കിൽ, കാരണം ഈ ക്ലാസ് കേൾക്കാനുള്ള താല്പര്യവും നഷ്ടപ്പെടും. അപ്പൊ അതാണ് പറയുന്നത്, നമ്മളുടെ ടോൺ എന്ന് പറയുന്നത് ഡിസ്ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ then the very effort to establish a good communication, നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഞാൻ എന്തുമാത്രം ശ്രമിച്ചാലും ശരി, ഞാൻ എന്തുമാത്രം ട്രൈ ചെയ്താലും, എന്തുമാത്രം പരിശ്രമിച്ചാലും ശരി, എൻ്റെ ശ്രമമെല്ലാം വിൽ ഫെയിൽ, പരാജയപ്പെടും. എൻ്റെ ശ്രമം വിജയിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ടോണ് മാറ്റണം. കാരണം എൻ്റെ സംസാരത്തിൻ്റെ ശൈലി, കാരണം നമ്മുടെ സംസാരമാണ് ചിലർക്ക് ഇഷ്ടമാകുന്നത്, ശൈലി. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ടോണിൽ വേണം എന്ത് ചെയ്യാൻ? സംസാരിക്കാൻ. അതാണ് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തേത്, വോയിസ് മെയിൽസ്, ഓഡിയോ ക്ലിപ്പ്. അതായത് നമുക്ക് ചില ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ നമ്മൾ മെയിലായിട്ടോ ലെറ്ററായിട്ടോ അയക്കും അല്ലേ. എന്നാൽ നമുക്ക് ചെറിയ കാര്യങ്ങൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്സപ്പിലൊക്കെ വോയിസ് അയക്കുക, അല്ലെങ്കിൽ വോയിസ് മെയിലുകൾ, ഓഡിയോ ക്ലിപ്പുകളൊക്കെ എന്തായിരിക്കണം? ഷുഡ് ബി ക്ലിയർ ആൻഡ് ബ്രീഫ്. 2 കണ്ടീഷനാണ്. ഒന്ന്, വോയിസ് മെയിൽ എന്ന് പറയുമ്പോൾ അത് ഷോർട്ട് ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതായത് അവിടെ ഉണ്ടായിരിക്കേണ്ട കഴിവ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാര്യങ്ങളിൽ, വളരെ കുറഞ്ഞ വാക്കുകളിൽ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയണം. വാക്കുകൾ കൂടാനും പാടില്ല, എന്നാൽ ഉദ്ദേശിച്ച കാര്യം കംപ്ലീറ്റ് ആവും ചെയ്യണം. ഇഫ് യു സെൻഡ് എ വോയിസ് മെസ്സേജ്, നിങ്ങളൊരു വോയിസ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ, അത് വാട്സപ്പിലായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ശരി, ഒരു വോയിസ് മെസ്സേജ് നിങ്ങൾ അയക്കുമ്പോൾ ഈസ് ടു ദ പോയിന്റ്, അതെന്തായിരിക്കണം? പോയിന്റ് ആയിരിക്കണം. എന്താണോ ഉദ്ദേശിച്ച പോയിന്റ്, കാര്യം, അത് ആ കാര്യമായിരിക്കണം. വിത്തൗട്ട് എനി ലെങ്തി ഡിസ്ക്രിപ്ഷൻസ്. എന്തുണ്ടാവരുത്? വിശദമായ വലിയ വിവരണം ഉണ്ടാവരുത്. വളരെ ലെങ്തി ആയിട്ട് വിവരിക്കരുത്. വളരെ കുറച്ചായിരിക്കണം, എന്നാൽ അതിൽ കാര്യം മുഴുവൻ ഉൾക്കൊള്ളണം, ആൾക്ക് മനസ്സിലാവും ചെയ്യണം. എന്നാൽ കുറഞ്ഞ വാക്കും.
കാരണം അത് പറയുന്ന ആൾക്ക് നല്ല കഴിവ് തന്നെ വേണം അതിന്. നാലാമത്തെ പോയിന്റ് പറയുന്നത് സമ്മറൈസ് അറ്റ് ദ എൻഡ് എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അവസാനത്തിൽ നമ്മൾ അതുവരെ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ നിലപാട് അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാൻഡ് പോയിന്റ് എന്ത് ചെയ്യുക, ഒന്ന് സമ്മറൈസ് ചെയ്യുക. ഇറ്റ് ഈസ് ബെറ്റർ ടു മേക്ക് ഇറ്റ് ക്ലിയർ, ഒന്ന് വ്യക്തമാക്കണം അവസാനം, അത് നല്ലതാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു മേക്ക് ഇറ്റ് ക്ലിയർ എന്ത്, അബൌട്ട് വാട്ട് വാസ് ഡിസ്കസ്ഡ്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എന്താണ് അതിൻ്റെ ആകമൊത്തം ടോട്ടൽ എന്ന അവസാനത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലതാണ്. ഓർ അഗ്രീഡ് ഡ്യൂറിങ് ദി കോൺവെർസേഷൻ, അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷനിൽ നമ്മൾ എന്ത് കാര്യത്തോടാണ് യോജിച്ചത്, അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷനിൽ എന്ത് തീരുമാനമാണ് ഉണ്ടായത് എന്നുള്ളത് ജസ്റ്റ് അതിൽ ആ ഒരു തീരുമാനം, അതിൽ ആ മെയിൻ പോയിന്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. ലാസ്റ്റ് ഫിഫ്ത്ത് വൺ, അഞ്ചാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, ഇതോടുകൂടി നമ്മളുടെ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും കേട്ടോ. അതായത് ലാസ്റ്റത്തേത് ആസ്ക് ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമ്മളോട് ഒരാൾ ഫോണിൽ ഒരു കാര്യം പറഞ്ഞു, നമുക്കത് മനസ്സിലായില്ല, യാതൊരു സംശയവും അത് യാതൊരു മടിയും വിചാരിക്കരുത്. ആസ്ക്, ചോദിക്കാം. കേട്ടില്ലെങ്കിൽ ചോദിക്കണം, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. ഇത് നമ്മളെ സംഭാഷണത്തെ, നമ്മളെ കമ്മ്യൂണിക്കേഷനെ മെച്ചപ്പെടുത്തുന്ന ടിപ്സിൽ അഞ്ചാമത്തെ ടിപ്പാണ് എന്ത്, കേട്ടില്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ആവശ്യപ്പെടുക. ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ്, ഇതൊരു നല്ല കാര്യമാണ് എന്ത്, ടു യൂസ് ദിസ് ഐഡിയ, ഈ ഐഡിയ യൂസ് ചെയ്യാം എപ്പോ, വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് വയ ടെലഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. ടെലിഫോണിൽ ഇപ്പോൾ ഒരു കാര്യം നമ്മളോട് പറയാം, നമ്മളത് കേട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് പറയുന്നത് കേട്ടില്ല, ആസ്ക് ടു റിപ്പീറ്റ് ചെയ്യാൻ പറയാം കേട്ടോ. ഇത് കേൾക്കാതെ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല, നമ്മളോട് ആവശ്യപ്പെട്ട കാര്യം ചെയ്യാൻ പറ്റില്ല. കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, ആസ്ക് ഓർ ആസ്ക് ടു റിപ്പീറ്റ് അഗെയിൻ, ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയാം. Then the reason doesn't matter. ഇവിടെ റീസൺ ഒരു വിഷയമല്ല, എന്തുകൊണ്ട് ഒന്നുകൂടി പറയുന്നുള്ള വിഷയമല്ല. എന്ത് ചെയ്യാം, ജസ്റ്റ് ആസ്ക് ഫോർ ക്ലാരിഫിക്കേഷൻ. വ്യക്തമായിട്ടില്ലെങ്കിൽ ആസ്ക് ഫോർ ക്ലാരിഫിക്കേഷൻ, വ്യക്തമാക്കി തരാൻ ആവശ്യപ്പെടണം. then the communication will be effective. എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവൂ. കാരണം നമ്മളുടെ ലക്ഷ്യം എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കലാണ്. അതുകൊണ്ട് തന്നെ റീസൺ ഡസൻറ്റ് മാറ്റർ, എന്തുകൊണ്ട് കേട്ടില്ല, എന്തുകൊണ്ട് മനസ്സിലായില്ല എന്നുള്ളത് നോട്ട് എ മാറ്റർ, ഡസൻറ്റ് മാറ്റർ, അത് വിഷയമല്ല. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ആവശ്യപ്പെടണം. എന്താവശ്യപ്പെടണം, ആസ്ക് ഫോർ ക്ലാരിഫിക്കേഷൻ. എന്താ കാരണം, എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ വിൽ ബി ഇഫക്റ്റീവ്, കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാ ആളുകളും ലൈക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കാണുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം ഞാൻ എന്ത് ചെയ്യാം, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.